ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ വാർഷിക മൂല്യനിർണ്ണയം കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്നലെ നടന്ന നിങ്ങളുടെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം, വായിക്കാം, എഴുതാം. മഴയെത്തും മുമ്പേ. മഴക്കാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളെല്ലാം കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. സ്നേഹം കൂടുമ്പോൾ ഞങ്ങളിതിനെ ഇഷ്ടമുടിക്കായലെന്നും വിളിച്ചിരുന്നു. ആകാശത്തിൽ കാർമേഘം മൂടി നിറയുമ്പോൾ തന്നെ മഴയുടെ വരവ് കാണാൻ ഞങ്ങൾ കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കും. ആദ്യം മഴ പെയ്തു തുടങ്ങുന്നത് അക്കരെയാണ്. തെങ്ങോലയുടെ പച്ചപ്പ് നിറഞ്ഞ അക്കരയിൽ തുടങ്ങുന്ന മഴ പെട്ടെന്ന് കായലിലേക്ക് പടരും. മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുന്ന കായലും മഴയുടെ മൂടുപടമിട്ട് മങ്ങിയ അക്കരയും ഒരിക്കലും മറക്കാത്ത കാഴ്ചയാണ്. ക്രമേണ മഴ ഇക്കരയിലേക്ക് പെയ്തു വരും. ദൃശ്യവിസ്മയം തീർക്കുന്ന മഴയ്ക്ക് ഒരു സംഗീതമുണ്ട്. ആരവത്തോടെയാണ് മഴ ഇക്കരയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും മഴ വരുന്നേ എന്ന് ആഹ്ലാദത്തോടെ കൂവി വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറും. ഞങ്ങളുടെ വിളി കേട്ടാണ് അമ്മമാർ മുറ്റത്ത് ഉണങ്ങാനിട്ട തുണി പെറുക്കാനും വിറകെടുക്കാനും പായുന്നത്. മഴയത്തെ കുളി മറക്കാനാവാത്ത മറ്റൊരനുഭവമാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം കൂട്ടുകാരെ. എന്താണ്? ലേഖകൻ ജനിച്ചതും വളർന്നതും എവിടെയാണ്? എളുപ്പമല്ല, എവിടെയാണ്? നമ്മൾ പറഞ്ഞപ്പോൾ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു, എവിടെയാണ്? അതെ, അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത്. ആൻസർ എന്താണ്? അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത്. രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് എന്തിനായിരുന്നു? അതെ, മഴയുടെ വരവ് കാണാനാണല്ലേ. ആൻസർ എന്താണ്? മഴയുടെ വരവ് കാണാൻ. ദെൻ മൂന്നാമത്തെ ചോദ്യം, മഴ വന്നേ എന്ന് വിളിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്തായിരിക്കും? അതെ, ആഹ്ലാദമാണല്ലേ. ആൻസർ എന്താണ്? ആഹ്ലാദം. ദെൻ 4, മഴയോടൊപ്പം മറക്കാനാവാത്ത മറ്റൊരു അനുഭവം എന്താണത്? അതെ, മഴയത്തെ കുളിയാണല്ലേ. അതായത് മഴയോടൊപ്പം മറക്കാനാവാത്ത മറ്റൊരു അനുഭവം പറയുന്നത് അതെ, മഴയത്തെ കുളി. ദെൻ 5ാമത്തെ ചോദ്യം, എഴുത്തുകാരന് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത് എന്താണ്? യെസ്, കുട്ടികളുടെ അനുഭവം, അതായത് കുട്ടിക്കാല അനുഭവങ്ങളാണ്. ആൻസർ എന്താണ്? കുട്ടിക്കാല അനുഭവങ്ങൾ. ഓക്കെ, ദെൻ നമുക്ക് പ്രവർത്തനം 2 നോക്കാം. സംഭാഷണമാണ്. വീട്ടുമുറ്റത്തെ വെള്ളില വള്ളിയിലെ മൊട്ടുകൾ അതിരാവിലെ സൂര്യനെ കാത്തിരിക്കുകയാണ്. സൂര്യനെ കാണാത്തതിൽ വള്ളികൾക്കും മൊട്ടുകൾക്കും പരിഭവമുണ്ട്. ഉദിച്ചു വരുന്ന സൂര്യനോട് അവർ നടത്തുന്ന സംഭാഷണം എഴുതുക. കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടല്ലോ. യെസ്, എന്തൊക്കെയാണ്? നമ്മളൊരു സംഭാഷണം എഴുതുമ്പോൾ എന്താണ്? പരസ്പര ബന്ധം വേണം അല്ലേ. എന്തെങ്കിലും വാരി വലിച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല. സംഭാഷണത്തിൽ പരസ്പര ബന്ധവും തുടർച്ചയും പാലിച്ച് എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അനുയോജ്യമായ ഭാഷ, അതായത് പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിക്കണം. ദെൻ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. ദെൻ ഏതു രീതിയിലും കുറ്റമറ്റതായിരുന്നു അവരുടെ വിരൽപ്പാടുകൾ വീണ പുത്തൻ പാഠം. ആരുടെ വിരൽപ്പാടുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? കുട്ടികളുടെ, കർഷകരുടെ, വഴിയാത്രക്കാരുടെ. ആരുടെയാണ്? അതെ, ആൻസർ കുട്ടികളുടെ. ഉത്തരം എന്താണ്? ബിയുടെ ആൻസർ എന്താണ്? കുട്ടികളുടെ. ഓക്കെ, ദെൻ പ്രവർത്തനം 3 നോക്കാം. പഴഞ്ചൊൽ വ്യാഖ്യാനം. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വിവിധ തലങ്ങളെ സ്പർശിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി. നിങ്ങൾക്ക് ധാരാളം പഴഞ്ചൊല്ലുകൾ അറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴഞ്ചൊല്ലെഴുതി വ്യാഖ്യാനിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടമുള്ള പഴഞ്ചൊല്ലല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ലെഴുതി എന്ത് ചെയ്യാം? അത് വ്യാഖ്യാനിച്ച് എഴുതാവുന്നതാണ്. അത് കൂട്ടുകാർ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ. ഓക്കെ, ദെൻ നിലമറിഞ്ഞ് വിത്തിടണം ഏതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ്? ആൻസർ എന്താണ്? കൃഷി അല്ലേ. ആൻസർ എന്താണ്? കൃഷി. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നല്ലേ കൂട്ടുകാരെ ഇത്. ഓക്കെ, ദെൻ പ്രവർത്തനം 4 നോക്കാം. കുറിപ്പ്. അമ്മുവിനെയും മുത്തശ്ശിയെയും ഓർമ്മയില്ലേ? തമ്മിൽ നല്ല ഇഷ്ടമായിരുന്നു രണ്ടാൾക്കും. അമ്മുവിൻ്റെ മുത്തശ്ശിയെ പോലെ പ്രിയപ്പെട്ടവർ നമുക്കുമില്ലേ? നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ സൂചിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. അതും കൂട്ടുകാർ നന്നായി എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരുടെ സുഹൃത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ചിറകുവിടത്തി ടാറ്റ കാട്ടി മറഞ്ഞു പോയത് ആരാണ് കൂട്ടുകാരെ? അതെ, ആൻസർ എന്താണ്? പൂമ്പാറ്റ. ആൻസർ പൂമ്പാറ്റ. ദെൻ പ്രവർത്തനം 5 ആസ്വാദനമാണ്. ഉള്ളിലെ വള്ളികളുടെ മനോഹാരിത നിങ്ങൾ പഠിച്ചില്ലേ? ഉണ്ണിക്കുട്ടൻ്റെ പൂന്തോട്ടം പരിചയപ്പെട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെ പൂന്തോട്ടങ്ങൾ എന്നൊരു കവിതാഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? നന്നായി വായിച്ചു നോക്കുക. അതിനുശേഷം
ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? അതെ, കവിതയിലെ ആശയം, പ്രയോഗഭംഗി, പദച്ചർച്ച എന്നിവ കണ്ടെത്തി വേണം നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ എന്താണ്? കവിതയിലെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം. അതുപോലെ സ്വന്തം നിരീക്ഷണം വേണം. അതുപോലെ സവിശേഷ പ്രയോഗം, പദഭംഗി എന്നിവ കണ്ടെത്തി എഴുതിയിട്ടുണ്ടാവണം. ദെൻ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് എഴുതിയിട്ടുണ്ടാവണം. അതൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എന്താണ്? മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 6 എന്താണ്? താരതമ്യക്കുറിപ്പാണല്ലേ. ജീവിതത്തിൽ നർമ്മമുള്ള ആളാണ് മുല്ല. തൻ്റെ പ്രവൃത്തികളെ കൊണ്ട് ആളെ ചിന്തിപ്പിച്ചവനാണ് മുട്ടത്ത് നമ്പൂതിരി. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഇവരെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വേണം? ആശയങ്ങൾ, അതുപോലെ നിരീക്ഷണങ്ങൾ എന്നിവ താരതമ്യപ്പെടുത്തി ഭാഷാ മികവോടെ കുറിപ്പുകൾ തയ്യാറാക്കണം. നമ്മൾ ആരുടെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്? മുല്ലയും മുട്ടത്തും നമ്പൂതിരിയാണല്ലേ. അപ്പോൾ അവരുടെ സ്വഭാവ സവിശേഷതകൾ താരതമ്യം എഴുതണം. അതുപോലെ തന്നെ നിങ്ങളുടേതായ സ്വന്തം കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും എഴുതണം. അതുപോലെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നല്ലേ കൂട്ടുകാരെ ഇന്നത്തെ എക്സാമിലെ ക്വസ്റ്റ്യൻസ്. കൂട്ടുകാർക്ക് എക്സാം എളുപ്പമായിരുന്നല്ലോ. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.